നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി ഞങ്ങൾക്ക്. യഹോവയീരേ ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ സൗഖ്യദായകൻ, തൻ അടിപ്പിണരാൽ സൗഖ്യം. യഹോവ ശമ്മാ കൂടെയിരിക്കും, നൽകുമവൻ ശക്തികൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി ഞങ്ങൾക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി ഞങ്ങൾക്ക്. യഹോവ എലോഹിം സൃഷ്ടാവാം ദൈവം, നിൻ വചനത്താലുളവായെല്ലാം. യഹോവ എലോഹിം അത്യുന്നതൻ നീ, നിന്നെ പോലെ മറ്റാരുമില്ല. യഹോവ ശാലോം എൻ സമാധാനം നൽകി എന്നിൽ ശാന്തി എന്നും. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി ഞങ്ങൾക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി ഞങ്ങൾക്ക്. ആരാധന 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 അങ്ങേക്ക്. ആരാധന ആരാധന ആരാധന. ഞങ്ങളുടെ സൃഷ്ടാവായ ദൈവമേ, സൗഖ്യം തരുന്ന ദൈവമേ, സമാധാനം പുനഃസ്ഥാപിക്കുന്ന ദൈവമേ, ഈ പ്രഭാതത്തിൽ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ പ്രതിസന്ധികളിൽ, ഭയപ്പാടുകളിൽ, അസ്വസ്ഥതകളിൽ നിന്നെ മാത്രം ഞങ്ങൾ തേടുന്നു. ഈ പ്രഭാതത്തിൽ നിന്റെ തിരുമുമ്പിൽ ആരാധനയ്ക്കായി അണഞ്ഞിരിക്കുന്ന മക്കളെ കടാക്ഷിക്കണമേ, സൗഖ്യം നൽകണമേ, നിന്റെ സമാധാനം പുനഃസ്ഥാപിക്കണമേ, മാനസാന്തരത്തിനുള്ള കൃപ തരണമേ. ഞങ്ങളുടെ ആകുലതകളും പ്രതിസന്ധികളും ഭയപ്പാടുകളും തിരുസന്നിധിയിൽ കാഴ്ച സമർപ്പിച്ചുകൊണ്ട് സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കാൻ, സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാൻ, സമാധാനത്തിനായി യാചിക്കാൻ കൃപ തരണമേ. ആരാധനയുടെ ഗാനമാലപിച്ച് ഞങ്ങളുടെ ഭയപ്പാടുകൾ, പ്രതിസന്ധികൾ, ലോകത്തിലെ അസ്വസ്ഥതകൾ കാഴ്ച സമർപ്പിച്ച് നിന്നെ ഞങ്ങൾ ആരാധിച്ച് വാഴ്ത്തി സ്തുതിക്കുന്നു. തിരുസന്നിധിയിൽ ഗാനമാലപിച്ച് ആരാധനയുടെ ഈ സമയത്ത് നമ്മുടെ പ്രതിസന്ധികളെയും ഭയപ്പാടുകളെയും സൃഷ്ടാവായ ദൈവത്തിന് ആരാധനയായി സമർപ്പിക്കുക. നീ മാത്രം മതി, നീ മാത്രം
ഞങ്ങൾക്ക് ആരാധന 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 അങ്ങേക്ക്. ഈശോയെ കൃപയാകണമേ, സൗഖ്യം തരണമേ. ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ തളർച്ചകളിലൂടെ കടന്നു പോകുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ഞങ്ങൾ സ്മരിക്കുന്നു. അവരെ ഓർത്ത് ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്നു. തൊഴിൽ നഷ്ടപ്പെട്ടവരെ ഞങ്ങൾ സ്മരിക്കുന്നു. സാമ്പത്തിക ഭദ്രതയിൽ തളരുന്നവരെ സമർപ്പിക്കുന്നു. പലവിധ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ സംഭവിച്ചതിനെ ഓർത്ത് ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്നു. തമ്പുരാനെ, നിന്റെ ഹിതം പൂർത്തിയാക്കപ്പെടട്ടെ. സൃഷ്ടികളായ ഞങ്ങൾ സൃഷ്ടാവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു. ആരാധനാ സ്തോത്രങ്ങൾ ആലപിക്കുന്നു. നിന്റെ പദ്ധതികൾക്ക് മുമ്പിൽ ഞങ്ങൾ ശിരസ് നമിക്കുന്നു. തമ്പുരാനെ, കൃപയാകണമേ, സമാധാനം പുനഃസ്ഥാപിക്കണമേ, സൗഖ്യം നൽകണമേ, പ്രതീക്ഷ നൽകണമേ, ലോകത്തിന്റെ ഭയപ്പാടുകൾ അകറ്റണമേ എന്ന് പ്രാർത്ഥിച്ച് ആരാധനാ കീർത്തനങ്ങൾ നിന്റെ തിരുസന്നിധിയിൽ ഞങ്ങൾ ആലപിക്കുന്നു. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി ഞങ്ങൾക്ക് ആരാധന 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 അങ്ങേക്ക്. കൊടുങ്കാറ്റിലും തിരമാലകളിലും ഇളകുമ്പോഴും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും തിരുവചനത്തിൽ പറയുന്നത് പോലെ ഞങ്ങൾക്കൊരു പ്രാർത്ഥന മാത്രം. ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളിതാ നശിക്കാൻ പോകുന്നു. ഞങ്ങളുടെ അസ്വസ്ഥതകൾ, ഭയപ്പാടുകൾ ഞങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നു. തമ്പുരാനെ, കൃപയാകണമേ, അസ്വസ്ഥതകൾ നീക്കണമേ, സമാധാനം പുനഃസ്ഥാപിക്കണമേ. നീയാണ് സമാധാന സ്ഥാപകൻ. നീ മാത്രം ഞങ്ങൾക്ക് മതി. ഈ ലോകത്തിന്റെ പ്രവണതകളിൽ നിന്ന് ഞങ്ങൾക്ക് മാനസാന്തരം നൽകണമേ, കരുണയാകണമേ, കൃപ നൽകണമേ. തമ്പുരാന്റെ കരുണയിൽ ആശ്രയിച്ച് മാനസാന്തരം നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് തമ്പുരാനിൽ മാത്രം ആരാധനകൾ അർപ്പിച്ച് നമുക്ക് ആലപിക്കാം. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി ഞങ്ങൾക്ക് ആരാധന 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 അങ്ങേക്ക്. എല്ലാ പ്രതിസന്ധികളെയും പരമേൽപ്പിക്കുന്നു. പ്രവാസികളായിരിക്കുന്ന മക്കളെ പരമേൽപ്പിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ പരമേൽപ്പിക്കുന്നു. തൊഴിൽ നഷ്ടപ്പെട്ടവരെ പരമേൽപ്പിക്കുന്നു. ഭയപ്പാടുകളിൽ കഴിയുന്നവരെ പരമേൽപ്പിക്കുന്നു. ഈശോയെ, നീ തന്നെയാണ് സൗഖ്യം നൽകുന്നത്. നീ തന്നെയാണ് സമാധാനം നൽകുന്നത്. നീ തന്നെയാണ് ഞങ്ങളുടെ രക്ഷകൻ, സൃഷ്ടാവ്. നിന്റെ സാന്നിധ്യത്തിന് ഞങ്ങൾ ആരാധന സമർപ്പിക്കുന്നു. ഈ ആരാധന സ്തുതിഗീതങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹത്താൽ സൗഖ്യം നൽകണമേ. ഭയപ്പാടുകൾ എടുത്തു മാറ്റണമേ. ധൈര്യം നൽകണമേ. സമാധാനം, ശാന്തത പുനഃസ്ഥാപിക്കണമേ. തിരുവചനം അരുളി ചെയ്യുന്നു, അടങ്ങുക, ശാന്തമാവുക. തമ്പുരാനെ, നിന്നിൽ ആശ്രയിക്കുവാൻ, നിന്നിലേക്ക് തിരിയുവാൻ ലോകത്തെ മുഴുവനെയും പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ആരാധനയുടെ ഗാനം തിരുസന്നിധിയിൽ ഞങ്ങൾ ആലപിക്കുന്നു. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി ഞങ്ങൾക്ക് ആരാധന 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 അങ്ങേക്ക്. സൃഷ്ടാവായ ദൈവമേ, ആശീർവദിക്കണമേ. ദിവ്യകാരുണ്യ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം. നമ്മുടെ പ്രത്യേക പ്രാർത്ഥനകൾ തിരുസന്നിധിയിൽ സമർപ്പിക്കാം. പ്രാർത്ഥനകൾ ആവശ്യമായിരിക്കുന്നവരെ നമുക്ക് ഓർക്കാം. പ്രാർത്ഥനകൾ നമ്മോട് പ്രത്യേകമായി ആവശ്യപ്പെട്ടവരെ തിരുസന്നിധിയിൽ സമർപ്പിക്കാം. ഈശോയെ,
കരുണയാകണമേ, ആശീർവാദം നൽകണമേ. ദിവ്യകാരുണ്യ ആശീർവാദത്താൽ സൗഖ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു, കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു, സന്തോഷത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കരുണയാകണമേ, സൗഖ്യം നൽകണമേ, സമാധാനം നൽകണമേ. തിരുമുമ്പിൽ ആരാധനയ്ക്കായി അണഞ്ഞിരിക്കുന്നവരെ നീ കാണണമേ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും ഭയപ്പാടുള്ളവരും എൻ്റെ അരികിലേക്ക് വരികയും ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. ഈശോയെ, പ്രതിസന്ധികളുമായി, അസ്വസ്ഥതകളുമായി, മക്കാമാരിയുടെ ഭയപ്പാടുകളുമായി നിന്റെ തിരുസന്നിധിയിലേക്ക് അണയുന്ന ലോകം മുഴുവനെയും ആശീർവദിക്കണമേ. ദിവ്യകാരുണ്യ ശക്തിയാൽ സൗഖ്യം നൽകണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരി. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും യേശുവേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന. ഏറ്റവും സ്നേഹമുള്ളവരെ, സ്ലിഹാകാലത്തിലെ 6ാം ഞായറാഴ്ചയിലേക്ക് നമ്മളെല്ലാവരും അണയുകയാണ്. ഈ വിശുദ്ധ ദിനത്തില് പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, ദൈവമേ ഞങ്ങളുടെ മേൽ കരുണയാകണമേ എന്ന് പ്രാർത്ഥിച്ച പരിഹാരത്തിൻ്റെ, കൃതജ്ഞതയുടെ, കരുണയുടെ ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് പങ്കുചേരാം. വിശുദ്ധ ബലിക്കായി ദേവാലയങ്ങളിൽ അണയാൻ കഴിയാതിരിക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും പ്രത്യേകമായി തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, എല്ലാ പ്രതിസന്ധികളിലും നിന്നിലേക്ക് തിരിയുവാനുള്ള, വിശ്വാസത്തിൽ ഉജ്ജ്വലിക്കുവാനുള്ള കൃപ എല്ലാ മക്കൾക്കും പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ച വിശുദ്ധ ബലിയിൽ തീക്ഷ്ണതാപൂർവം നമുക്ക് പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം.
പൂജിതരായി തീർന്നിടാം. നവമൊരു പീഠമൊരു ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ അണച്ചിടാം. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോയി തിരുനാമത്തിൽ ചേർന്നിടാം. ഒരു പയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ഈ വിശുദ്ധ ബലിയുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. അഖില കീർത്തനത്തിനും അർഹനായ ദൈവമേ, ഉചിതമാണു മധുരമാ ദൈവനാമ കീർത്തനം. മഹിതമാകുമോറസ്മൻ പണിയുമങ്ങു പാലകൻ. ഒരു ഗണത്തിലാക്കുമി ചിതറിടും ജനങ്ങളെ. തകരുമേതു ഹൃദയവും ശാന്തിക്കാൻ മറങ്ങയെ. കരിവിയെന്നൊരങ്ങിലെ ഭുവനദുഃഖമുക്തിയും താരകത്തിനൊക്കെയും പേരിടുന്നു പാവനൻ. ഉന്നത പ്രതാപനായി വാണിടുന്നു പാലകൻ. അഖില ലോകനായകൻ അറിവ് പൂർണ്ണമായവൻ. താഴ്ത്തിടുന്നു ദുഷ്ടരെ താങ്ങിടുന്നു ശിഷ്ടരെ. കീർത്തനങ്ങൾ പാടിടാം വാഴ്ത്തിടാം മഹേശ്വരെ. കിന്നരങ്ങൾ നീട്ടിയ നാമഗീതി പാടിടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങു ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി അങ്ങയുടെ അൾത്താരയിൽ ഞങ്ങൾ സ്തുതികളും സ്തോത്രങ്ങളും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.
അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയും ഏകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്തെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തി പാടിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ ഈ വിശുദ്ധ വചനങ്ങൾ ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഈ വിശുദ്ധ വചനങ്ങളാൽ ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും നമുക്കെല്ലാവർക്കും സ്വസ്ഥമായിട്ടിരുന്ന് ഈ വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങൾ ശ്രദ്ധാപൂർവം തിരുസന്നിധിയിൽ വായിച്ചു കേൾക്കാം. യെശയ്യാ പ്രവാചന പുസ്തകത്തിലുള്ള വായന അധ്യായം 2 1 മുതൽ 5 തിരുവചനങ്ങൾ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ജെറുസലേം രക്ഷാകേന്ദ്രം. യൂദയെയും ജെറുസലേമിനെയും കുറിച്ച് ആമോസിന്റെ പുത്രനായ യേശയ്യായ്ക്കുണ്ടായ അരുളപ്പാട്. അവസാന നാളുകളിൽ കർത്താവിന്റെ ആലയം സ്ഥിതി ചെയ്യുന്ന പർവ്വതം എല്ലാ പർവ്വതങ്ങളും മുകളിൽ ഉയർന്നിൽക്കും. എല്ലാ ജനതകളും അതിലേക്ക് ഒഴുകും. അനേകം ജനതകൾ പറയും, വരുവിൻ, നമുക്ക് കർത്താവിന്റെ ഗിരിയിലേക്ക്, യാക്കോബിന്റെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുന്ന് തന്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും. നാം ആ പാതകളിൽ ചരിക്കും. കർത്താവിന്റെ നിയമം സിയോനിൽ നിന്ന് പുറപ്പെടും, അവിടുത്തെ വചനം ജെറുസലേമിൽ നിന്നും. അവിടുന്ന് ജനതകളുടെ മധ്യത്തിൽ വിധി കർത്താവായിരിക്കും. ജനപദങ്ങളുടെ തർക്കങ്ങൾ അവസാനിപ്പിക്കും. അവരുടെ വാൾ കൊഴുവും അവരുടെ കുന്തം വാക്കത്തിയുമായി അടിച്ചു രൂപപ്പെടുത്തും. രാജ്യം രാജ്യത്തിനെതിരെ വാൾ ഉയർത്തുകയില്ല. അവർ ഇനിമേൽ യുദ്ധപരിശീലനം നടത്തുകയില്ല. യാക്കോബിന്റെ ഭവനമേ, വരുക, നമുക്ക് കർത്താവിന്റെ പ്രകാശത്തിൽ വ്യാപരിക്കുക. ദൈവമായ കർത്താവിനെ സ്തുതി. കർത്താവായ മിശിഹായേ, നിന്റെ നിയമത്തിൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. നിന്റെ വചനത്താൽ ഞങ്ങളുടെ മനസ്സുകളെ വിശുദ്ധീകരിക്കണമേ. അങ്ങനെ ഞങ്ങളെപ്പോഴും നിന്റെ വചനങ്ങൾ പാലിക്കുന്നവരും കൽപ്പനകൾ അനുസരിക്കുന്നവരുമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കുർദ്യോസ്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 1 മുതൽ 23 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. എല്ലാം ദൈവമഹത്വത്തിന്, എല്ലാം ദൈവാനുസൃതമാണ്. എന്നാൽ പ്രയോജനകരങ്ങളല്ല. എല്ലാം ദൈവാനുസൃതമാണ്. എല്ലാം പടുത്തുയർത്തുന്നില്ല. ഏതൊരുവനും സ്വന്തം നന്മ കാക്ഷിക്കാതെ അയൽക്കാരൻ്റെ നന്മ കാക്ഷിക്കട്ടെ. ചന്തയിൽ വിൽക്കപ്പെടുന്ന ഏതു തരം മാംസവും വാങ്ങി മനസ്സഞ്ചലം കൂടാതെ ഭക്ഷിച്ചു കൊള്ളുവിൻ. കാരണം ഭൂമിയും അതിലുള്ള സർവവും കർത്താവിൻ്റെതാണ്. അവിശ്വാസിയായ ഒരുവൻ നിന്നെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും പോകാൻ നീ ആഗ്രഹിക്കുകയും ചെയ്താൽ വിളമ്പിത്തരുന്നതെന്തും മനസ്സാഞ്ചല്യം കൂടാതെ ഭക്ഷിച്ചു കൊള്ളുക. എന്നാൽ ആരെങ്കിലും നിന്നോട് ഇത് ബലിയർപ്പിച്ച വസ്തുവാണ് എന്ന് പറയുന്നുവെങ്കിൽ ഈ വിവരം അറിയിച്ച ആളെ കരുതിയും മനസാക്ഷിയെ കരുതിയും നീ അത് ഭക്ഷിക്കരുത്. നിന്റെ മനസാക്ഷിയല്ല, അവൻ്റേതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
എൻ്റെ സ്വാതന്ത്ര്യം മറ്റൊരുവൻ്റെ മനസാക്ഷി കൊണ്ട് എന്തിനു വിധിക്കപ്പെടണം? കൃതജ്ഞയോടെയാണ് ഞാൻ അതിൽ ഭാഗമാകുന്നതെങ്കിൽ ഞാൻ കൃതജ്ഞ അർപ്പിക്കുന്ന ഒന്നിനു വേണ്ടി എന്തിനെന്നെ കുറ്റപ്പെടുത്തണം? അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ദുഃഖിതരേ, പീഡിതരേ, വരുവിൻ വചനവഴിയേ. നിന്ദിതരേ, നിരാശ്രയരേ, വരുവിൻ വചനവഴിയേ. മോദം പകരും വചനം, മോചനമേകും വചനം, അഭയം നൽകും വചനം, ആശ്രയമേകും വചനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദുഃഖിതരേ, പീഡിതരേ, വരുവിൻ വചനവഴിയേ. നിന്ദിതരേ, നിരാശ്രയരേ, വരുവിൻ വചനവഴിയേ. നമുക്ക് ശുദ്ധാപ്രന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കുക. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 12 57 മുതൽ 13 അധ്യായം 5 വരെയുള്ള തിരുവചനങ്ങൾ. ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട്? എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല? നീ നിന്റെ ശത്രുവിനോടുകൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യതപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ അവൻ നിന്നെ ന്യായാധിപന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ന്യായാധിപൻ നിന്നെ കാരാഗൃഹപാലകനെ ഏൽപ്പിക്കുകയും അവൻ നിന്നെ തടവിലാക്കുകയും ചെയ്യും. അവസാനത്തെ തൊട്ടുവരെ കൊടുക്കാതെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ ഈശോയെ അറിയിച്ചു. ഈശോ ചോദിച്ചു, ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയക്കാരെയും കാൾ കൂടുതൽ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അഥവാ സിലോകായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ അന്ന് ജെറൂസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കാൾ കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സ്വസ്ഥമായിട്ട് ഇരുന്ന് ഈ വിശുദ്ധ ഗ്രന്ഥ വായനകളെ കുറിച്ച് പ്രത്യേകമായിട്ട് തിരുസന്നിധിയിൽ ധ്യാനിക്കാം. ഇന്ന് സ്ലിഹാ കാലത്തിൻ്റെ 6ാം ഞായറാഴ്ചയിൽ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ, മാനസാന്തരം നൽകണമേ, കരുണ നൽകണമേ എന്ന് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കേണ്ട കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് 2 പ്രത്യേകമായിട്ടുള്ള തിരുവചനങ്ങൾ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നു. 12-ാം അധ്യായം 57-ാമത്തെ വാക്യം. എന്തുകൊണ്ട് ഈ കാലഘട്ടത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല? അതൊരു ചോദ്യമായിട്ട് തിരുവചനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു.
രണ്ടാമതായിട്ട് വലിയൊരു സ്റ്റേറ്റ്മെൻ്റായിട്ട്, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളും ഇതുപോലെ നശിക്കും എന്നുള്ള തിരുവചനം, വളരെ ശക്തമായിട്ടുള്ളൊരു തിരുവചനം. അതിൻ്റെ ഇടയിൽ 2 സംഭവങ്ങൾ വിവരിച്ചു വയ്ക്കുന്നു. ഗലീലിയക്കാര് ജെറുസലേം ദേവാലയത്തിലേക്ക് ബലിയർപ്പിക്കാനായിട്ട് പോകുമ്പോൾ പീലാത്തോസ് അവരെ കൊന്നുകളയുന്നു. ബലിയർപ്പിക്കാൻ പോവുകയാണ്, പള്ളിയിലേക്ക് പോവുകയാണ്. അവർ ആ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ അവർ വധിക്കപ്പെടുന്നു. ഇത് ഈശോയോട് ചില ഗലീലിയക്കാർ വന്ന് പറഞ്ഞപ്പോൾ ഈശോ ചോദിച്ചു, ഈ മരണപ്പെട്ട ബലിയർപ്പിക്കാൻ പോയ, പള്ളിയിലേക്ക് പോയ ഈ മരിച്ച മനുഷ്യർ, കൊല്ലപ്പെട്ട മനുഷ്യർ നിങ്ങളെക്കാൾ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? അവരൊന്നും മിണ്ടുന്നില്ല. ഈശോ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, അവർ പാപികളൊന്നും ആയിരുന്നില്ല. എന്നിട്ട് ഈശോ ഒരു കാര്യം പറയുന്നു, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നശിക്കും. രണ്ടാമത്തെ ഒരു സംഭവം, ശിലോഹായിലെ ഗോപുരം വീണു, 18 പേര് അതിൽ കൊല്ലപ്പെട്ടു. ഈശോ വീണ്ടും അവരോട് ചോദിച്ചു, ഈ കൊല്ലപ്പെട്ടവർ കുറ്റം ചെയ്തിട്ടാണോ, അവരുടെ ശിക്ഷയായിട്ടാണോ അവർ കൊല്ലപ്പെട്ടത്? ഈശോ തന്നെ ഉത്തരം പറഞ്ഞല്ല. എന്നിട്ട് ഈശോ പറഞ്ഞു, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നശിക്കും. സ്നേഹമുള്ളവരെ, എന്തിനാണ് ഈ വിവരണങ്ങൾ ഈശോ വ്യക്തതയോടുകൂടി നമ്മുടെ മുമ്പിൽ സാക്ഷിക്കുന്നത്? ഓരോ ദുരന്തങ്ങളും ഓരോ പ്രതിസന്ധികളും ദൈവം അയക്കുന്ന വലിയ സന്ദേശങ്ങൾ നമുക്ക് വേണ്ടി, മരിച്ചവർക്ക് വേണ്ടിയൊന്നല്ല. മരിച്ചവർ പാപികളായിരുന്നു, അവരുടെ പാപത്താലല്ല അവർ മരിക്കപ്പെട്ടത്, അവരുടെ കുറ്റം കൊണ്ടല്ല, അത് ശിക്ഷയല്ല എന്ന് ഈശോ വ്യക്തമാക്കുന്നു. എനിക്കും നിങ്ങൾക്കുമുള്ള ഓരോ സന്ദേശങ്ങളാണ്. ഓരോ ദുരന്തത്തിലും ഓരോ പ്രതിസന്ധിയിലും ഓരോ സന്ദേശങ്ങൾ ദൈവദൂത് ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് വ്യക്തതയോടെ ഈശോ സാക്ഷിക്കുന്നു. അതാണ് ഒന്നാമത്തെ തിരുവചനത്തിൻ്റെ അർത്ഥം. എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല? എന്തുകൊണ്ട് കാലഘട്ടത്തെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല? നമ്മളൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന അവസ്ഥയിലാണ്. നമുക്കൊക്കെ അറിയാം, വലിയൊരു മഹാമാരി, ഒന്നിനും ഒരു ഉത്തരമില്ലാത്ത അവസ്ഥ. ഈശോ ചോദിക്കുന്നു, എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല? ഇതെനിക്കും നിങ്ങൾക്കുമുള്ള വലിയൊരു സന്ദേശം. ദൈവദൂത് അതിൽ ഒളിഞ്ഞു കിടപ്പില്ലേ എന്ന് തിരുവചനം എന്നോടും നിങ്ങളോടും വ്യക്തതയോടുകൂടി സാക്ഷിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് തിരുവചനം പറയുന്നു, മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളും ഇതുപോലെ നശിക്കും. ഓരോ ദുരന്തത്തിലും ഒളിഞ്ഞിരിക്കുന്ന ദൈവദൂത് സ്വീകരിച്ച് അത് മനസ്സിലാക്കി, അതിൻ്റെ ഉള്ളിൽ എനിക്കൊരു വലിയ സന്ദേശം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പശ്ചാത്താപത്തിലേക്ക്, മാനസാന്തരത്തിലേക്ക് എനിക്ക് നിങ്ങൾക്കും കടന്നു വരാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളും അതുപോലെ നശിക്കും. എന്താ ഈ പശ്ചാത്താപം, മാനസാന്തരം? പശ്ചാത്താപം, മാനസാന്തരം എന്നുള്ള വാക്കിന് മാനസാന്തരം, ദൈവത്തിലേക്ക് ഞാൻ കൂടുതൽ തിരിയണം. ടേൺ ടു ഗോഡ്, അതാണ് മാനസാന്തരം. ദൈവത്തിലേക്ക് കൂടുതൽ തിരിയണം. നമ്മുടെയൊക്കെ തിരിവ് എങ്ങോട്ടാ? ലോകത്തിലേക്കാണോ? ലോകത്തിലേക്കാണെങ്കിൽ ദൈവം എന്നെ ദൈവത്തിലേക്ക് തിരിക്കുവാനായിട്ടുള്ള എല്ലാ സന്ദർഭങ്ങളും ദൈവം ഒരുക്കും. അഗസ്തീനോസ് വ്യക്തതയോടുകൂടെ സാക്ഷിക്കുന്നുണ്ട്, ദൈവമേ, എന്നെ നീ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ വിലയം പ്രാപിക്കുന്നത് വരെ ഞാൻ അസ്വസ്ഥനാണ്. ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചതാ, നിന്നിലാണ് ഞാൻ വിലയം പ്രാപിക്കുക, ലോകത്തിലല്ല. അതുവരെ ഞാൻ അസ്വസ്ഥനാണ്. സ്വർഗത്തിലെ വേട്ടപ്പട്ടി എന്നുള്ളൊരു കവിത അല്ലെങ്കിൽ സാഹിത്യ രൂപം നിങ്ങളൊക്കെ പണ്ടേ കേട്ടിരിക്കുന്നതാണ്. സ്വർഗത്തിലെ വേട്ടപ്പട്ടി, ദൈവത്തെ ഒരു വേട്ടപ്പട്ടിയായിട്ടാണ് അതിൽ ചിത്രീകരിക്കുക. ഒരു വേട്ടപ്പട്ടിയെ പോലെ മനുഷ്യന്റെ പിറകെ ഓടുന്ന ദൈവം, മനുഷ്യനെ നേടാൻ വേണ്ടി. ഈ മനുഷ്യനോ ലോകത്തിലേക്ക് തിരിഞ്ഞോടുകയാണ്. ഈ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ഒരു വേട്ടപ്പട്ടിയെ പോലെ പിന്നാലെ ഓടുന്ന ദൈവത്തെ നമ്മൾ ആ സാഹിത്യ രൂപത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഒരു വേട്ടയാട്, നമ്മളൊക്കെ വേട്ടയാടപ്പെടും ദൈവത്താൽ, ദൈവത്തിലേക്ക് തിരിയാൻ വേണ്ടിയിട്ട്. അതാണ് മാനസാന്തരം. കാലഘട്ടത്തെ വിവേചിച്ചറിയുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? ഈ പ്രതിസന്ധി വന്നപ്പോൾ പലരും ചോദിച്ചു, പള്ളികളൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം ഉണ്ടായേ? ഒരു ദിവസവും വിശുദ്ധ ബലി അർപ്പിക്കപ്പെട്ടിട്ട് ഈ മഹാമാരി വന്നില്ലേ? ഇതിനൊന്നൊരു ഉത്തരം കിട്ടുന്നില്ലല്ലോ, എന്തിനാണ് നിങ്ങൾ ദൈവത്തെ ആശ്രയിക്കുന്നത് എന്നൊക്കെ പല യുക്തിവാദികളും പല സാഹചര്യങ്ങളിലൂടെ ചോദിച്ചു. പള്ളികളൊക്കെ അടഞ്ഞു കിടന്നിട്ടും എന്നതേ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നൊക്കെയുള്ള പലവിധ ചോദ്യങ്ങൾ പല രീതിയിൽ നമ്മളോടൊക്കെ ചോദിക്കുന്നുണ്ട്.
ദൈവവചനം തിരിച്ചു ചോദിക്കുന്നത് ഒരു കാര്യം മാത്രമാണ്: എന്തുകൊണ്ട് ഈ കാലഘട്ടത്തെ വിവേചിച്ചറിയാൻ, ഈ പ്രതിസന്ധിയെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല? ഈ കാലഘട്ടത്തിന് അല്ലെങ്കിൽ ഈ പ്രതിസന്ധിയുടെ അർത്ഥം എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളും ഇതുപോലെ നശിക്കും. സ്വർഗത്തിലെ വേട്ടപ്പട്ടിയെ പോലെ എന്നെ ദൈവത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് അടുപ്പിക്കാൻ ദൈവം പലവിധ വേട്ടയാടലുകളിൽ തന്നെ നടത്തപ്പെടും എന്നുള്ളത് തന്നെയാണ് തിരുവചനത്തിന്റെ വ്യക്തതയേറിയ സാക്ഷ്യം. ഗലീലിയയിൽ 18 പേർ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ കൊല്ലപ്പെട്ടത് അവരുടെ പാപം കൊണ്ടല്ല. സിലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് പലരും കൊല്ലപ്പെട്ടത് അവരുടെ കുറ്റം കൊണ്ടല്ല, മറിച്ച് നിനക്ക് നിന്റെ ജീവിതത്തിന് ദൂത് നൽകാനാണ് ദൈവത്തിന്റെ ദൂത്. എന്താ ദൂത്? ഒളിഞ്ഞിരിക്കുന്ന ദൂത്. ഓരോ കാലഘട്ടത്തിലും പ്രതിസന്ധിയിലും, പ്രത്യേകിച്ച് ഈ മഹാമാരിയിലും ഒളിഞ്ഞിരിക്കുന്ന ദൂത് എന്താണെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. ദൈവത്തിന് ഒരു ദൂത് മാത്രമേ ഉള്ളൂ: നീ ദൈവത്തിലേക്ക് വരണം, ദൈവാശ്രയബോധത്തിലേക്ക് വരണം. ഇന്നത്തെ ജനം മുഴുവൻ, ലോകം മുഴുവൻ, ഈ ലോകത്തെ മുഴുവനും കീഴടക്കിയെന്ന്, ചന്ദ്രനെ കീഴടക്കിയെന്ന്, ശാസ്ത്രം മുഴുവൻ കീഴടക്കിയെന്ന് അഭിമാനിച്ചുകൊണ്ട് ഓരോ ദിനത്തിലും വളർന്ന് അത്ര പുരോഗതിയിലേക്ക് ഞങ്ങളൊക്കെ വളർന്നുവെന്ന് ചിന്തിക്കുന്ന കാലഘട്ടമാണ്. പുരോഗതിയൊക്കെ എവിടെ പോയി? ശാസ്ത്രത്തിന്റെ പുരോഗതി, മനുഷ്യമക്കളുടെ പുരോഗതി, ആർക്കും ഒരു ഉത്തരമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അവസ്ഥയിൽ നമ്മളൊക്കെ ആയിരിക്കുക. തമ്പുരാൻ പറയുന്നു, കാലഘട്ടത്തെ നീ വിവേചിച്ചറിയണം. എന്തുകൊണ്ട് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല? നീയും പശ്ചാത്തപിക്കണം, ദൈവത്തിലേക്ക് കൂടുതൽ ശക്തിയോടെ വരണം, ലോകത്തിലേക്കല്ല. അഗസ്തീനോസിനെ പോലെ എനിക്കും നിങ്ങൾക്കും ലോകത്തിനു മുഴുവനും പ്രാർത്ഥിക്കാൻ സാധിക്കണം. ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ വിളയം പ്രാപിക്കുന്നതുവരെ, നിന്നിൽ അലിഞ്ഞു ചേരുന്നതുവരെ ഞാൻ അസ്വസ്ഥന. നീ മാത്രം മതി, നീ മാത്രം മതി. നിന്നിലാണ് വിശ്വാസം, നിന്നിലാണ് ആശ്രയം. തിരുവചനം ഫിലിപ്പിയ ലേഖനത്തിലൂടെ പറയുന്നു, നീ ലോകത്തിൻ്റെതല്ല, നീ സ്വർഗത്തിന് വേണ്ടിയിട്ടുള്ളതാ, നീ ദൈവത്തിന് വേണ്ടിയിട്ടുള്ളതാ. നമ്മളെല്ലാവരും ഈ ലോകത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് കരുതിക്കൊണ്ട് നെട്ടോട്ടമോടുക, ഭ്രാന്തമായിട്ടുള്ള ഓട്ടം. ഈ ഓട്ടത്തിനിടയിൽ വരുന്ന കാലത്തിൻ്റെതായ അടയാളങ്ങൾ ഞാനും നിങ്ങളും വായിച്ചെടുക്കണം. അതിലൂടെ ദൈവത്തിലേക്ക് കൂടുതൽ ആശ്രയം വെക്കാൻ, വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. അവിടെയാണ് തിരുവചനത്തിന്റെ ശക്തി, ദൈവവിശ്വാസത്തിന്റെ വലിയ കൃപ. തമ്പുരാനെ, കൃപയാകണമേ, ലോകത്തെ മുഴുവനും ദൈവത്തിലേക്ക്, ദൈവാശ്രയബോധത്തിലേക്ക്, ദൈവവിശ്വാസത്തിലേക്ക് ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ അടുപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ഈ വിശുദ്ധ ബലിയിൽ തീക്ഷ്ണതയോടെ പങ്കുചേരാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമെന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പെന്തക്കോസ്ത് തിരുനാളിൽ സ്ലീഹന്മാർ തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങൾ ശക്തരാകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വരദാനങ്ങളാൽ സ്ലീഹന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവെ, ഞങ്ങളെയും കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. സുവിശേഷ ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ, ഞങ്ങളെ പരിശുദ്ധമാർ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ തലവൻ പിതാമാർ ജോർജ് മെത്രാപ്പോലത്തെയും അതിരൂപതീശ്വരൻ റാൻബ്രസ് മെത്രാപ്പോലത്തെയും ഞങ്ങളുടെ മേൽദിശ പിതാമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മെത്രാമാരെയും പ്രേഷണൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വിശുദ്ധ കൂദാശകളിലൂടെ ദൈവീശ്വരം നൽകുന്ന പരിശുദ്ധാത്മാവെ, കൗദാശയത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിൽ വളരുവാൻ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്ത്രീകന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവെ, ജീവിതക്ലേശങ്ങളുടെ മധ്യ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ജീവിതത്തിന്റെ വിതരങ്ങൾ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരെ പ്രശോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവെ, അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കുക. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് സമർപ്പണത്തിൻ്റെ സമയമാണ്. ഈ പ്രഭാതത്തിൽ ഈ വിശുദ്ധ വസ്തുക്കളോടൊപ്പം നമ്മുടെ പ്രാർത്ഥനകൾ, ജീവിതത്തിൻ്റെ അവസ്ഥകൾ കാഴ്ച സമർപ്പിക്കാം. തിരുവചനത്തിലൂടെ ഈശോ ചോദിക്കുന്നു, ഈ കാലഘട്ടത്തെ, ഈ ദുരന്തത്തെ വിവേചിച്ചറിയാൻ നിനക്ക് കഴിയാത്തത് എന്തുകൊണ്ട്? പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നീയും ഇതുപോലെ നശിക്കും. തമ്പുരാനെ, കൃപയാകണമേ.
പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ഈ വിശുദ്ധ വസ്തുക്കളോടൊപ്പം ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ജീവിതം, കുടുംബം കാഴ്ചയായി സ്വീകരിച്ച് വിശുദ്ധീകരിച്ച് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് സമർപ്പണഗാനം ഭക്തിയോടെ തിരുസന്നിധിയിൽ നമുക്ക് ആലപിക്കാം. കരുണയോടെ നീക്കണേ, പൂർണ്ണരായി മാറുവാൻ കൃപ തൂകണേ. പൂർണ്ണമായി തേടുന്നു ദൈവമേ, ഉയരുമീ കാഴ്ചയെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെയും സ്മരണ ഈ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ലോകത്തിൽ സമാധാനപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ ഈ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിയും. മനസാന്തരം നൽകണമേ എന്ന് പ്രാർത്ഥിച്ച വിശ്വാസ പ്രമാണം തിരുസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സർവ്വശക്തിയുമുള്ള ആദ്യജാതനും യുഗങ്ങളെല്ലാം മുമ്പ് പിതാവിന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിലുള്ള സത്യദൈവവും പിതാവിനോട് ഏക സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിന്റെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിലും പുറപ്പെടുന്ന സത്യാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലാഘികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമാമോദീസായും ശരീരത്തിലെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമൃദ്ധനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്കു നൽകിയ എല്ലാ സഹായങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങൾക്കു നൽകിയ ഈ വലിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ എല്ലാവരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവ് നന്ദി പ്രവർത്തി വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആത്തരപ്പുറം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്ന സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിയന്മാരെ ചില കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമായി വേണ്ടി പ്രാർത്ഥന തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് ഈ കുർബാന അർപ്പിക്കപ്പെടുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്വർഗം തുറക്കുന്ന സമയമിതാ, സ്വർലോകരണയും നിമിഷമിതാ. സ്വർഗം തുറക്കുന്ന സമയമിതാ, സ്വർലോകരണയും നിമിഷമിതാ. മാലാഖമാരും സകല വിശുദ്ധരും ഒന്നായി പാടുന്നു ഓശാന. പരിശുദ്ധൻ പരിശുദ്ധൻ മഹോന്നതനീശൻ, പരിശുദ്ധൻ 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 അത്യുന്നതനീശൻ, പരിശുദ്ധൻ. നിയമത്തിനു വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും കരങ്ങൾ കൂപ്പി വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നിമിഷങ്ങളിൽ തീക്ഷ്ണതാപൂർവം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. ഈശോയെ, ആത്മാവിൻ്റെ ശക്തിയാൽ ഈ വിശുദ്ധ വസ്തുക്കളെ രൂപാന്തരപ്പെടുത്തി തിരുമാംസ രക്തങ്ങളാക്കി മാറ്റുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളെ, ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ച് തീക്ഷ്ണതാപൂർവം ഈ നിമിഷങ്ങളിൽ നമുക്ക് വ്യാപരിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി
വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. അങ്ങ് ഞങ്ങൾക്കു നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ കുടുംബങ്ങളിലെ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിനു വേണ്ടിയും ഞങ്ങളുടെ ജീവിതത്തിനും കുടുംബത്തിനും ഈ വിശുദ്ധ ബലിയിലൂടെ പ്രത്യേകമായ ആവശ്യമുള്ള എല്ലാ നിയോഗങ്ങൾക്കും പ്രാർത്ഥനകൾക്കു വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ഈ വിശുദ്ധ വസ്തുക്കളുടെ മേലും നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്ന വിശുദ്ധമായ നിമിഷങ്ങളാണിത്. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ ജീവിതത്തെയും കുടുംബത്തെയും വിശുദ്ധീകരിക്കണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിനായി തീക്ഷ്ണതാപൂർവം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. കടങ്ങളുടെ പുറത്തേക്കും മോചനത്തിനും സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കാരുണ്യാതിരകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ, അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവുമായ ഈ രഹസ്യങ്ങളെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ
ഞങ്ങളുടെ കർത്താവേ ഈശോമിശിഹായേ, നിന്റെ തിരുനാമത്തിനു സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്നേഹപിതാവാ ദൈവം ഇതാ ഇതാ ഈ തിരുവോസ്തിയിൽ ജീവിക്കും ദൈവത്തിൻ പ്രിയപുത്രൻ. വരൂ 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 സോദരരേ, നമ്മുടെ ദൈവത്തെ വാഴ്ത്താം. പരിശുദ്ധമാകുവിൻ ദിവ്യകാരുണ്യത്തെ കുമ്പിടാം, നമുക്കാരാധിക്കാം. വരൂ 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 സോദരരേ, നമ്മുടെ ദൈവത്തെ വാഴ്ത്താം. പരിശുദ്ധമാകുവിൻ ദിവ്യകാരുണ്യത്തെ കുമ്പിടാം, നമുക്കാരാധിക്കാം. നമ്മുടെ കർത്താവേ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യം നമുക്ക് എല്ലാവർക്കും ഭക്തിയാത്രയോടെ സമീപിക്കാം. അണ്ടാവുന്നുള്ള ശരണത്തോടെ അബ്രാഹ്മണനെ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരത്തിൽ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് നാഥനായ ദൈവത്തോട് കൃപയും പാപം യാചിക്കുകയും ചെയ്യാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കുക. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതിലും വിദ്വേഷം നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങൾ ശരീരങ്ങൾ ഉയർപ്പിനും ആത്മലക്ഷ്യം കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഈശോ നമ്മെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന, ഈശോയെ ഞങ്ങളെ എല്ലാവരെയും കാത്തു സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച കരങ്ങൾ ഉയർത്തി ഏകസ്വരത്തിൽ തിരുസന്നിധിയിൽ സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന
കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദര വരുവിൻ, മിശിയുടെ ശരീരങ്ങൾ സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി അവിടുത്തെ സ്തുതിക്കുകയും ചെയ്യുവിൻ. ഈശോയെ ആത്മീയമായി സ്വീകരിക്കുന്ന വിശുദ്ധമായ നിമിഷങ്ങളാണിത്. ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാന ശാരീരികമായി ഉൾക്കൊള്ളാൻ സാധിക്കാതിരിക്കുന്ന എല്ലാ മക്കളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈശോയെ എഴുന്നള്ളി വരണമേ, തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, തിരുശരീരത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആത്മീയമായി ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും എഴുന്നള്ളി വരണമേ. ഞങ്ങളോട് കൂടെയായിരിക്കണമേ. ഞങ്ങളുടെ അസ്വസ്ഥതകളെ, ഭയപ്പാടുകളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈശോയുടെ സാന്നിധ്യത്താൽ, ഈ വിശുദ്ധ കുർബാന സ്വീകരണത്താൽ ഈശോയുടെ കരുണ ഞങ്ങളുടെ മേൽ അയക്കണമേ. ഈശോയുടെ തിരുശരീരവും തിരുരക്തവും നിത്യജീവിതം പ്രദാനം ചെയ്യട്ടെ. കൈവെള്ളയിൽ താണിറങ്ങി നാവിൻ തുമ്പിൽ അലിഞ്ഞു നിത്യജീവൻ പകർന്നു തന്നു വെണ്മായാർന്നോരോ സ്തിയായി. കൈവെള്ളയിൽ താണിറങ്ങി നാവിൻ തുമ്പിൽ അലിഞ്ഞു നിത്യജീവൻ പകർന്നു തന്നു വെണ്മയാർന്നോരോ സ്തിയായി. ഈശോ അണയും നേരം ജീവൻ ധന്യമാകും നിമിഷം. ഓയൻ ഈശോ അണയും നേരം കാത്തവാരമഴകൻ സമയം. ഈശോ, അങ്ങദാസന്മാരെ വലിയർക്ക് യാതൊരു അബദ്ധം വരാതെ അങ്ങേ തിരുത്തിൽ അഭയം നൽകണമേ. അങ്ങേ വിരുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ കാര്യങ്ങളെ മന്യമാകാതെ കാക്കണമേ. അങ്ങ് വിലയേറിയ രക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിൻ്റെ മഹിനിയെ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവശത്ത് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ പല സമ്മർദ്ദങ്ങളായി ഭവിക്കട്ടെ. അവരെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിലൂടെ ആനന്ദവും ആശ്വാസവും പരത്തിന് സമ്പാദനമാടുമായി തീരട്ടെ. അങ്ങയോടെ ആയിരിക്കാനും വചനം പ്രഘോഷിക്കാനും തിന്മയെ ചെറുക്കാനും അവർ സദാ ഉത്സുകരാകട്ടെ. കർത്താവെ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിമാരെയും ആത്മായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷരും ശുദ്ധീകരിക്കണമേ. വൈദ്യുതി ആജ്ഞയായി മറിയമ്മേ, വിശുദ്ധ അൽഫോൻസമ്മേ, തിരുകുടുംബമേ, കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുസ്ഥിരവും പരിശുദ്ധവും ജീവദാന്തവുമായ രഹസ്യത്തെ സമീപിച്ച് ഇവയിൽ പങ്കുളിയവരുടെ നമുക്ക് എല്ലാവർക്കും ഇവിടെ ദാതാവാ ദൈവത്തിന് സ്തുതിയും കർത്തനെയും സമർപ്പിക്കാം. അവന്റെ മൈതാനത്തെ കുറിച്ച് കർത്താവിനെ സ്തുതി നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഈശോയ്ക്ക് നന്ദി അർപ്പിച്ച വിശുദ്ധ ബലിയുടെ ആശീർവാദം സ്വീകരിക്കുന്നതിനായിട്ട് നമുക്കൊരുങ്ങാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ വിശുദ്ധ ബലി അർപ്പിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ വിശുദ്ധ ബലിയുടെ യോഗ്യതയാൽ കൂടുതൽ സ്നേഹിക്കുവാൻ, കൂടുതൽ ക്ഷമിക്കുവാൻ, സഹനങ്ങളും ത്യാഗങ്ങളും ഏറ്റെടുക്കുവാൻ, ദൈവപ്രമാണങ്ങൾ ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഈ കാലഘട്ടത്തെ വിവേചിച്ചറിയുവാനുള്ള പരിശുദ്ധാത്മ കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഓരോ ദിനത്തിലും മാനസാന്തരത്തിലേക്ക് വളരുവാനുള്ള ശക്തി നൽകണമേ. ലോകത്തേക്കാൾ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള കൃപ നൽകണമേ. നമ്മുടെ നിയോഗങ്ങൾ പ്രത്യേകമായിട്ട് കാഴ്ച സമർപ്പിക്കാം. കൊറോണ വൈറസിന്റെ മഹാമാരിയിൽ നിന്ന് ലോകത്തെ മുഴുവനെയും, ഞങ്ങളുടെ രാജ്യത്തെയും നാടിനെയും പ്രിയപ്പെട്ടവരെയും കാത്തു സംരക്ഷിക്കണമേ. ഈ മഹാമാരിയെ എടുത്തു മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരെ, കുടുംബത്തെ
ഈശോയുടെ സംരക്ഷണയുടെ കീഴിൽ കാഴ്ച സമർപ്പിച്ച വിശുദ്ധ ബലിയുടെ ആശീർവാദത്തിനായിട്ട് ഹൃദയങ്ങളെ സമർപ്പിക്കാം. പിതാവാം സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. അരുളിയ പോലിൻ ഈ ബലിയിൽ പങ്കാളികളാം അഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹം എന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെ ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയേഴും രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാം അഖിലരിലും ദൈവം വരനിരച്ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കപടമേ സ്വസ്തി. നിന്നെ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളെ പ്രതിക്കുകയും പാപങ്ങളും മാത്രം കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമല്ലയോ എന്നറിഞ്ഞുകൂടാ. എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ഏറ്റവും സ്നേഹത്തോടുകൂടെ ആശംസിക്കുന്നു.